ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ ഇതേപോലത്തെ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് നമുക്ക് ജ്വല്ലറി ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ഐഡിയ സംഭവം ചെയ്യാം. കാശ് ചിലവൊന്നും ഇല്ലാതെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കാർഡ്ബോർഡ് പീസിൽ നിന്ന് ഇതേപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു വി ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് ഇതേപോലെ വരച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഓക്കെ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഷേപ്പ്. ഓൾറെഡി ഞാനിത് ഉടനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കുറേ ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ ഇതൊരു ഡെമോ പീസ് മാത്രമാണ് കേട്ടോ. റിയൽ ആയിട്ട് ചെയ്ത് വേറെ പീസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ട മെത്തേഡ് ഇങ്ങനെയാണ്. ഓക്കെ, അതിന് ശേഷം അതിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ബ്ലാക്ക് കളർ പേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ബ്ലാക്ക് കളർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. പേപ്പർ ആകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. അതുകൊണ്ട് ഞാൻ പേപ്പറാണ് ഒട്ടിച്ചത്, ബ്ലാക്ക് കളർ ഉള്ളത് കൊണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് ഭാഗം നിർത്തിക്കൊണ്ട് അടുത്ത ഭാഗം കട്ട് ചെയ്ത് കളയാം കേട്ടോ. കണ്ടോ, കുറച്ച് ഭാഗം നിർത്തിക്കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് ഫുള്ളായിട്ട് ഒറ്റ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണേ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചെയ്തതിൻ്റെ ബാക്കിയാണ്. ഇനി ആ പേപ്പർ ഇങ്ങോട്ട് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. പെയിൻറ്റ് ചെയ്താലും മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്ലിറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും, ഇങ്ങോട്ട് മടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പുറത്തെ ചുളിവുകളൊന്നുമില്ല, അത് മടങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ മുകൾ ഭാഗത്ത് വരുന്ന ഭാഗവും നമ്മൾ നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. അതൊന്ന് ലെവൽ ചെയ്തിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ജസ്റ്റ് വരച്ച് കട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ പണിയുള്ളൂ. അപ്പോൾ അതേ കണ്ടോ, ഇതേപോലെയാണ് ഇരിക്കുക. ഇതാണ് കേട്ടോ നമ്മൾ ശരിക്കും ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക. നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും, നല്ല രസമായിരിക്കും കാണാനായിട്ട് കേട്ടോ. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വൈറ്റ് കൊടുക്കാനായിട്ട് ഒരു വൈറ്റ് ഷീറ്റ് ഇതേപോലെ വൈറ്റ് പേപ്പർ വെച്ച് നന്നായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഇതേപോലെ. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അധികം യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ഭാഗം യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻ കേസ് നമ്മുടെ ജ്വല്ലറിക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണം തോന്നുകയാണെങ്കിൽ അത് വെക്കാലോ വെച്ചിട്ടാണ് വൈറ്റ്. അപ്പോൾ ഇത് വൈറ്റ് പേപ്പർ നമ്മൾ കറക്റ്റായിട്ട് വെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഫോൾഡ് ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആ കറക്റ്റായിട്ട് വെട്ടിയെടുക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ആ ഒരു സൈഡിലുണ്ടാവും. എന്നാലും നല്ല ലെവൽ ചെയ്ത് കട്ട് ചെയ്താൽ മതി, പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കും കേട്ടോ. ആ വൈറ്റ് കാണരുത് കേട്ടോ ബ്ലാക്ക് സൈഡിലോട്ട്. അപ്പോൾ അതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കളറിലുള്ള നമുക്ക് ഡിസ്പ്ലേ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡ് ബ്ലാക്കും ഒരു സൈഡ് വൈറ്റും ആയിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജ്വല്ലറിക്ക് കണ്ടോ, ഒരു സൈഡ് വൈറ്റ് ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബ്ലാക്ക് ആണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. നമ്മൾ IPN തന്നെ അല്ലെങ്കിൽ ഒരു ജ്വല്ലറിയുടെ ബാക്കോ എന്തെങ്കിലും വെച്ചൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിന് സ്റ്റാൻഡായിട്ട് വേണമെങ്കിൽ ഒന്നുകിൽ ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് പീസ്, കുറച്ച് കട്ടിയായിട്ടുള്ള കാർഡ്ബോർഡ് പീസ് അതിൽ വെച്ചിട്ടായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ഒരു കല്ലുണ്ടല്ലോ, ആ മടക്കി വെച്ച ആ ഭാഗത്ത് ഒരു കല്ല് പീസ് വെച്ച് കൊടുത്താൽ മതി. അതായത് ഒരു കല്ലെടുത്തിട്ട് ആ ബാക്ക് സൈഡിൽ വരുന്ന ഭാഗത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ജ്വല്ലറീസൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ജ്വല്ലറി മേക്കേഴ്സിനൊക്കെ ഒരുപാട് യൂസ് ചെയ്യാവുന്നതാണ്, ഒട്ടും ചിലവില്ലാതെ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റാൻഡ്? ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ.